വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നു. മഹാമായ മേൽപ്പാലത്തിന് താഴെയാണ് നിലവിൽ കർഷകർ സംഘടിച്ചിട്ടുള്ളത്. അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എങ്ങനെയാണ് കർഷകരുടെ പ്രതിഷേധം? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? അനുജ, ഞാനിപ്പോൾ ഉള്ളത് ഈ ഡൽഹിയിലേക്കുള്ള അതിർത്തിയായിട്ടുള്ള നോയിഡയിലാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, പോലീസ് ബാരിക്കേഡുകൾ ഇവിടെ ഒരു ഭാഗത്തേക്ക് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പോലീസ് വിന്യാസമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. നിലവിൽ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള മഹാമായ ബ്രിഡ്ജിന് താഴെയാണ്, മേൽപ്പാലത്തിന് താഴെയാണ് കർഷകർ സംഘടിക്കുന്നത്. അതിനുശേഷമായിരിക്കും കർഷകർ ഈ ഭാഗത്തേക്ക് മാർച്ച് ചെയ്ത് വരാനൊരുങ്ങുക. പക്ഷെ അതിനു മുൻപ് തന്നെ കർഷക സംഘടനകളെ തടയാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഡൽഹി പോലീസിൻ്റെ ഒരു വിന്യാസവും ഒപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെയുള്ളവരെ ഈ ഭാഗത്ത് വിന്യസിച്ചിരിക്കുകയാണ്. ബാരിക്കേഡുകൾ നിരത്തുകയും ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തരത്തിലും ഈ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കുവാനുള്ള പൂർണ്ണമായ നിയന്ത്രണമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 മണിയോടെയായിരിക്കും ഈ മാർച്ച് ആരംഭിക്കുക എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാരതീയ കിസാൻ പരിഷത്ത്, കിസാൻ മസ്ദൂർ മോർച്ച, സംയുക്ത കിസാൻ മോർച്ച എന്നീ സംഘടനകളുടെ ഒരു നേതൃത്വത്തിലായിരിക്കും ഈ വൻ മാർച്ച് നടക്കാനിരിക്കുന്നത്. കർഷകരുടെ പ്രതിഷേധം 2 മണിയോടെ ഒരു മാർച്ച് ആരംഭിക്കാനിരിക്കുന്നു. അതിർത്തികളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നിലവിൽ മഹാമായ മേൽപ്പാലത്തിന് താഴെ കർഷകർ സംഘടിച്ചിരിക്കുന്നു എന്നതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകരുടെ പ്രതിഷേധം.